കോഴിക്കോട് കൊയിലാണ്ടി കുന്നിയോറ മലയിലെ 14ഓളം കുടുംബങ്ങളുടെ ആശങ്ക കാണാതെ അധികൃതർ. മഴ മാറി നിന്നിട്ടും 17 ദിവസമായി ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ കഴിയുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. ദേശീയപാത അതോറിറ്റിയാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് വില്ലേജ് ഓഫീസർ അറിയിച്ചു. 4 ദിവസം എന്ന് പറഞ്ഞിട്ട് 17 ദിവസമായി ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ട്. എന്താ വെച്ചാൽ ചെറിയ മക്കൾക്ക് പനിയാന്ന്, വീട്ടിലേക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റുന്നില്ല. ഒരുപാട് ഇതെന്താ ഇവിടെ കൊണ്ടാക്കിയ ആൾക്കാർക്ക് അറിയൂലേ ഞങ്ങൾ ഇത്രയും പ്രയാസത്തിലാണ്, ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം പറയണമെന്ന്. ഇതൊരു തീരുമാനവും ഇല്ല, ഒന്നുമില്ല. ലാസ്റ്റ് ഇവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച മാറിക്കൊടുക്കണമെന്ന്. ഞങ്ങൾ മാറിയിട്ട് ഈ മണ്ണിടിച്ച സ്ഥലത്തേക്ക് തന്നെയാണോ പോകേണ്ടത്? ദേശീയപാതയുടെ നിർമ്മാണ സമയത്ത് അശാസ്ത്രീയമായ മണ്ണെടുപ്പ് കാരണം 1 വർഷം മുൻപ് മണ്ണിടിഞ്ഞ് ക്യാമ്പിലായ അതേ മനുഷ്യർ ഈ വർഷവും ആശങ്കയോടെ തന്നെ ഇതേ ക്യാമ്പിലുണ്ട്. ഞങ്ങൾ ക്യാമ്പിൽ നിൽക്കുന്നവരൊക്കെ മോളെ കല്യാണമുണ്ട്. അത് ഈ അടുത്ത ദിവസമാണ്. ഓൽക്ക് കല്യാണം പറയാൻ പോകാനും വരാനും ഒന്നും ഒരു ഇതായിക്കില്ല. അതെന്താ ചെയ്യേണ്ടതൊന്നും ഒരു എത്തിവിടുക. ഈ അച്ഛനും അമ്മയൊക്കെ ഇവിടെ കരഞ്ഞു കുത്തിരിക്കല. അവിടെ ഇനി ഇങ്ങനെ മണ്ണിടിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാമ്പിലേക്ക് ഞങ്ങൾ വരില്ല. ആ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ അങ്ങനെ. താൽക്കാലിക ഇടമല്ല, വീടെന്ന സുരക്ഷിതത്വമില്ലാതായ മനുഷ്യർക്ക് ശാശ്വത പരിഹാരമാണ് ആവശ്യം. ഗവൺമെൻറ് ഞങ്ങളെ നേരെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഞങ്ങളെ ഒന്നുകിൽ അവർ ഞങ്ങളെ സ്ഥലവും വീടും ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലം വാങ്ങിക്കാനും വീട് വെക്കാനുള്ളൊരു സംവിധാനം അവരുണ്ടാക്കി തരണം. അല്ലാതെ ഞങ്ങൾ എത്ര കാലം ഇവിടെ ഇങ്ങനെ നിൽക്കുക? ഞങ്ങൾ പണിക്ക് പോകുന്നവരാണ്, ഞങ്ങൾക്ക് ലോൺ അടവുണ്ട്. ഇവിടുന്ന് ഭക്ഷണം 3 നേരം കിട്ടിയതിനെ കൊണ്ടായില്ലല്ലോ. സ്ഥലം ഏറ്റെടുക്കുകയോ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ തീരുമാനിക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്നും അപകടാവസ്ഥയിലുള്ള കുടുംബങ്ങൾക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും വില്ലേജ് ഓഫീസർ അറിയിച്ചു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ 4 ചുവരുകൾക്കുള്ളിലാക്കി ഈ മനുഷ്യരെ കൈയൊഴിയാതെ ആശങ്കയുടെ വിള്ളൽ വീണ കുടുംബങ്ങൾക്ക് സുരക്ഷിതത്വത്തിന്റെ ഉറപ്പാണ് അധികൃതരിൽ നിന്നും ഉണ്ടാവേണ്ടത്. MM രാഗേഷ്, റിപ്പോർട്ടർ, കോഴിക്കോട്.